യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഹൃദയഭേദകമായ ഒരു കാഴ്ച നാം അവിടെ കാണുന്നുണ്ട്. യേശു തനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ പടയാളികൾ ഒരു പാത്രത്തിൽ അവിടെ വച്ചിരുന്ന വിനാഗിരിയിൽ ഒരു നീർപ്പഞ്ഞി മുക്കി ഹിസോപ്പ് തണ്ടിൽ വെച്ച് അവൻ്റെ ചുണ്ടോട് അടുപ്പിക്കുന്ന ഒരു ദൃശ്യം. അവനത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പിതാവിനോടുള്ള അഗാധമായ അനുസരണത്തേക്കാൾ അപ്പുറത്ത് രക്ഷകനായ യേശുക്രിസ്തുവിന് നമ്മോടുള്ള തീവ്രമായ സ്നേഹം, അതായിരുന്നു കുരിശിൽ സ്വന്തം ജീവൻ ബലി കൊടുക്കാൻ പോലും അവൻ മനസ്സായത്. വാഴ്ത്തപ്പെട്ട ജൂലിയൻ നോർവിച്ച് തനിക്കുണ്ടായ ഒരു അരുളപ്പാടിൽ ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്. രക്ഷകനായ യേശുക്രിസ്തു ജൂലിയൻ നോർവിച്ചിനോട് പറയുകയാണ്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇനിയും സഹിക്കാൻ എനിക്ക് കഴിയുമായിരുന്നെങ്കിൽ ഞാൻ ഇനിയും സഹിക്കുമായിരുന്നു എന്ന്. സ്നേഹമുള്ളവരെ, മരക്കുരിശിൽ 3 ആണികളിൽ നമുക്ക് വേണ്ടി തൂക്കപ്പെട്ടിട്ടും ഒത്തിരിയേറെ മർദ്ദനങ്ങളും ഒത്തിരിയേറെ വേദനകളും സ്വന്തം ശരീരത്തിൽ ഏറ്റുവാങ്ങി അവൻ മരിച്ചിട്ടും വീണ്ടും സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് തനിക്ക് സഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അതിനും തയ്യാറായിരുന്നു എന്ന് പറയുന്ന രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ അതിതീവ്രമായ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. ആ കുരിശിൻ്റെ ചുവട്ടിൽ ഒന്ന് നിന്നുകൊണ്ട് ആ ക്രൂശിതൻ്റെ കണ്ണുകളിലേക്കൊന്ന് നോക്കിക്കൊണ്ട് നമുക്കൊന്ന് ചോദിക്കാൻ പറ്റുമോ, എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ ക്രൂശിതനായ, എന്നെ രക്ഷിക്കാൻ വന്ന രക്ഷകനായ യേശുക്രിസ്തുവേ, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? എൻ്റെ ജീവിതം ഞാൻ എങ്ങനെയാണ് നിനക്കായി തരേണ്ടത്? അതേ സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മുടെ ചിന്ത ഇത് മാത്രമായിരിക്കട്ടെ. എനിക്ക് വേണ്ടി നിന്ദിക്കപ്പെട്ടവൻ, എനിക്ക് വേണ്ടി ക്രൂശിലേറിയവന് വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് കൊടുക്കാൻ സാധിക്കുക എന്തായിരിക്കും? അതിനായി എല്ലാവിധ കൃപകളും സർവേശ്വരൻ നമുക്ക് സമൃദ്ധമായി നൽകട്ടെ.